വൈറ്റ് ഹോളുമായി ബന്ധപ്പെട്ട് നിർണായകമായ ശാസ്ത്ര പ്രബന്ധങ്ങൾ പബ്ലിഷ് ചെയ്ത പ്രശസ്ത ഫിസിസിസ്റ്റായ കാർലോ റൊബേലിയുടെ വൈറ്റ് ഹോൾ എന്ന പുസ്തകമാണ് ഈ വീഡിയോയുടെ റെഫറൻസ്. പതിവ് പോലെ തന്നെ റെഫറൻസ് ചെയ്യാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുക്കുന്നുണ്ട്, താല്പര്യമുള്ളവർക്ക് പരിശോധിക്കാം. ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ കണ്ടെത്തലുകളൊക്കെ നടത്തിയ വ്യക്തി സാധാരണക്കാരൻ്റെ ഭാഷയിൽ അത് എഴുതി വച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ആർക്കും ഇത് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. 2008 അദ്ദേഹം പബ്ലിഷ് ചെയ്ത ഒരു പ്രബന്ധമുണ്ട്. ലൂപ്പ് ക്വാണ്ടം ഗ്രാവിറ്റി എന്നാണ് ആ പ്രബന്ധത്തിൻ്റെ പേര്. ഈ ലൂപ്പ് ക്വാണ്ടം ഗ്രാവിറ്റി എന്ന കോൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ വൈറ്റ് ഹോളിനെ പ്രബന്ധമായിട്ട് പിന്നീട് പബ്ലിഷ് ചെയ്തത്. അതിനുശേഷം അനേകം ആളുകൾ ഇദ്ദേഹത്തിൻ്റെ പ്രബന്ധം സൈറ്റ് ചെയ്ത് ആയിരക്കണക്കിന് പ്രബന്ധങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിലൂടെ നിർണായകമായിട്ടുള്ള പല ഹൈപ്പോത്തിസിസുകളുമാണ് ആളുകൾ മുന്നോട്ട് വയ്ക്കുന്നത്. നമ്മൾ ഈ കാണുന്ന ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിൽ വിശാലമായ മറ്റൊരു പ്രപഞ്ചമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ താമസിക്കുന്ന ഈ പ്രപഞ്ചം മറ്റൊരു ഭീമാകാരനായ ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിലായിരിക്കാം സ്ഥിതി ചെയ്യുന്നത്. സാധാരണക്കാരൻ്റെ ഭാഷയിൽ എന്താണ് വൈറ്റ് ഹോൾ എന്നും എന്താണ് കാർലോ റൊബേലി പറഞ്ഞു വെച്ചതെന്നും നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമ്മൾ ഒരു വലിയ യാത്രയ്ക്ക് പുറപ്പെടുകയാണ്. ഞാനുണ്ട്, എൻ്റെ ഒപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുമുണ്ട്. ഒരു സ്പേസ് ക്രാഫ്റ്റിലേറി നമ്മൾ അങ്ങ് വിദൂരതയിലുള്ള ഒരു ബ്ലാക്ക് ഹോളിലേക്കാണ് പോകുന്നത്. ബ്ലാക്ക് ഹോളിലേക്കുള്ള യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ഭൂമിയിലുള്ള എൻ്റെ സുഹൃത്തിന് ഞാനൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ എല്ലാ ബർത്ത്ഡേ ദിവസങ്ങളിലും ഒരു ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ട് സന്ദേശം അയയ്ക്കുക. ബ്ലാക്ക് ഹോളിൻ്റെ അടുത്തേക്ക് സഞ്ചരിക്കാനുള്ള സാങ്കേതിക വിദ്യ നമ്മുടെ പക്കലുണ്ടെന്ന് കരുതുക. എൻ്റെ സുഹൃത്ത് മെസ്സേജ് അയക്കുന്ന ആ ഇൻസ്റ്റൻറ്റിൽ തന്നെ എൻ്റെ ഫോണിൽ ആ സന്ദേശം എത്തുമെന്നും നിങ്ങൾ ചിന്തിക്കുക. അതിപ്പോൾ എത്രമാത്രം വിദൂരതയിലാണെങ്കിൽ പോലും അത് സാധ്യമല്ല, പക്ഷേ അങ്ങനെ നിങ്ങൾ ചിന്തിക്കുക. എങ്കിൽ മാത്രം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. നമ്മൾ യാത്ര പുറപ്പെട്ടു. കുറേയധികം ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു 250 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യത്തെ സന്ദേശം വന്നു. കാരണം എൻ്റെ ബർത്ത്ഡേ ആ ദിവസമായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള സന്ദേശമാണ്. പിന്നീട് അടുത്ത ഹാപ്പി ബർത്ത്ഡേ സന്ദേശം വരുന്നത് ഏകദേശം 200 ദിവസങ്ങൾക്ക് ശേഷമാണ്. പിന്നീട് അടുത്തത് വരുന്നത് ഏകദേശം 100 ദിവസങ്ങൾക്ക് ശേഷം. അടുത്ത സന്ദേശം 50 ദിവസങ്ങൾക്ക് ശേഷം. പിന്നീട് അത് 10 ദിവസത്തിന് ശേഷമായി. പിന്നീട് അത് 10 മണിക്കൂറുകൾക്ക് ശേഷമായി, 10 മിനിറ്റുകൾക്ക് ശേഷമായി, 10 സെക്കൻഡുകൾക്ക് ശേഷമായി. എനിക്ക് മെസ്സേജ് വായിക്കാൻ പോലും പിന്നീട് പറ്റാതെയായി. കാരണം സെക്കൻഡുകൾ ഇടവിട്ട് അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ തന്നെ അനേകം മെസ്സേജുകൾ വരാൻ തുടങ്ങി. അത് അവൻ എന്നെ കബളിപ്പിക്കാൻ വേണ്ടി അയച്ചുകൊണ്ടിരിക്കുന്നതല്ല. അവൻ എല്ലാ വർഷവും എൻ്റെ പിറന്നാൾ ദിവസം മാത്രമാണ് ആ സന്ദേശം അയക്കുന്നത്. പക്ഷേ അവിടുത്തെ സമയം പോലെയല്ല സ്പേസ് ക്രാഫ്റ്റിലൂടെ ബ്ലാക്ക് ഹോളിൻ്റെ വളരെ അടുത്തേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ സമയം. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ജനറൽ റിലേറ്റിവിറ്റി തിയറി അനുസരിച്ച് ഗ്രാവിറ്റി അല്ലെങ്കിൽ മാസ് വളരെ കൂടുതലുള്ള സ്ഥലങ്ങളിൽ സമയം കുറച്ചുകൂടെ മന്ദഗതിയിലായിരിക്കും സഞ്ചരിക്കുക. അതായത് ഭൂമിയിലെ സമയം കുറച്ചുകൂടെ വേഗതയിൽ പോകുമ്പോൾ ബ്ലാക്ക് ഹോളിൻ്റെ വളരെ അരികിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ സമയം വളരെ പതിഞ്ഞ വേഗതയിലായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് തുടരെ ഇങ്ങനെ ബർത്ത്ഡേ വിഷസുകൾ കിട്ടിക്കൊണ്ടേയിരിക്കുന്നത്. എൻ്റെ സുഹൃത്ത് എപ്പോഴോ മരിച്ചുപോയി. പിന്നീട് ആ സന്ദേശമൊക്കെ അയച്ചു തരുന്നത് അവൻ്റെ അടുത്ത തലമുറയിൽപ്പെട്ടിട്ടുള്ള ആളുകളാണ്. പക്ഷേ എനിക്കും നിങ്ങൾക്കും കാര്യമായിട്ട് പ്രായത്തിൽ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. ബ്ലാക്ക് ഹോളിൻ്റെ വളരെ അരികിൽ നമ്മൾ എത്താറായി. ഇനി കുറച്ച് നേരം കൂടെ മാത്രം നിങ്ങൾ കാത്തിരുന്നാൽ മതി. അതിനിടയിൽ എനിക്ക് നിങ്ങളോട് ചില ചരിത്രം പറയാനുണ്ട്. 1915 ആരംഭിക്കുന്ന ഒരു ചരിത്രം. 1915 ആൽബർട്ട് ഐൻസ്റ്റീൻ വിഖ്യാതമായ ജനറൽ റിലേറ്റിവിറ്റി തിയറി പബ്ലിഷ് ചെയ്യുന്നത്. തൊട്ടടുത്ത വർഷം 1-ാം ലോക മഹായുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ജർമ്മനിയും റഷ്യയും തമ്മിൽ പൊരിഞ്ഞ പോരാണ്. അവിടെ അതിർത്തിയിൽ പ്രശസ്തനായ ഒരു ഫിസിസിസ്റ്റ് ഉണ്ട്. ആ ഫിസിസിസ്റ്റ് അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയല്ല. റഷ്യക്കെതിരെ ജർമ്മനിക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ജർമ്മൻ ഫിസിസിസ്റ്റിൻ്റെ പേര് കാൾ ഷ്വാർസ്ഷീൽഡ് എന്നാണ്. യുദ്ധത്തിനിടയിൽ അദ്ദേഹത്തിന് കുറച്ച് സമയമൊക്കെ കിട്ടും. ആ ഫ്രീ ടൈമിൽ അദ്ദേഹം ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ജനറൽ റിലേറ്റിവിറ്റി തിയറിയിലൂടെ കടന്നുപോയെന്ന് മാത്രമല്ല, അതിലെ ഫീൽഡ് ഇക്വേഷനുകളിൽ നിന്നും അദ്ദേഹത്തിന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനും സാധിച്ചു. ആ സന്തോഷ വിവരം അദ്ദേഹം ആൽബർട്ട് ഐൻസ്റ്റീന് എഴുതി അറിയിച്ചു. ഐൻസ്റ്റീന് ശരിക്കും സന്തോഷമായി. അദ്ദേഹം പ്രബന്ധം പബ്ലിഷ് ചെയ്തിട്ട് 1 വർഷം മാത്രമേ പിന്നിട്ടിട്ടുള്ളൂ. അതിൽ നിന്നും നിർണായകമായിട്ടുള്ള ഒരു സൊല്യൂഷൻ ഷ്വാർസ്ഷീൽഡ് കണ്ടെത്തിയിരിക്കുന്നു. ഈ സൊല്യൂഷൻ അനുസരിച്ച്
പ്രപഞ്ചത്തിലുള്ള ഏതൊരു വസ്തുവും നമുക്കെടുക്കാം. ആ വസ്തുവിനെ വളരെ വളരെ ചെറിയൊരു രൂപത്തിലേക്ക് മാറ്റുക. അങ്ങനെ വളരെ വളരെ ചെറിയൊരു റേഡിയസിലേക്ക്, ഷ്വാർസ്ചീൽഡ് റേഡിയസിലേക്ക് നമ്മൾ അതിനെ ചുരുക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന ഒരു വസ്തുവും വെളിയിലേക്ക് പോകില്ല. അതിപ്പോൾ പ്രകാശമാണെങ്കിൽ പോലും അതിന് വെളിയിലേക്ക് പോകാൻ സാധിക്കില്ല. ഈ കാലഘട്ടത്തിൽ, അതായത് 1916 ആൽബർട്ട് ഐൻസ്റ്റീനും ഷ്വാർസ്ചീൽഡും ഒരുപോലെ തന്നെ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇത് മാത്തമാറ്റിക്കലി പോസിബിളാണ്, പക്ഷേ ഒരിക്കലും പ്രാക്ടിക്കലി ഇത് നടക്കില്ല. ഷ്വാർസ്ചീൽഡിന് പിന്നീട് അധികം ആയുസ്സുണ്ടായില്ല. ആ വർഷം തന്നെ യുദ്ധത്തെ തുടർന്നുണ്ടായിട്ടുള്ള ഒരു രോഗബാധയെ തുടർന്ന് അദ്ദേഹം മരണമടഞ്ഞു. ഷ്വാർസ്ചീൽഡിൻ്റെ കണ്ടെത്തൽ എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ധാരണ കിട്ടിക്കാണും. ബ്ലാക്ക് ഹോളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണ്ടെത്തലാണ്. പക്ഷേ ആ കാലഘട്ടത്തിൽ ബ്ലാക്ക് ഹോൾ എന്നുള്ള ഒരു പേര് പോലുമില്ല. എന്നാൽ ഈ കോൺസെപ്റ്റ് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഉണ്ട്. നമ്മുടെ ഷ്വാർസ്ചീൽഡൊക്കെ ജനിക്കുന്നതിനും ഒരുപാട് വർഷം മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 1783 ജോൺ മിഷേലാണ് ആദ്യമായി ബ്ലാക്ക് ഹോൾ എന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടാക്കിയെടുത്തത്. അദ്ദേഹം അതിന് ബ്ലാക്ക് ഹോൾ എന്നല്ല, ഡാർക്ക് സ്റ്റാർ എന്നാണ് പറഞ്ഞത്. അതൊരു നക്ഷത്രമാണ്, പക്ഷേ ആ നക്ഷത്രത്തിൽ നിന്നും ഒരിക്കലും പ്രകാശത്തിന് വെളിയിലേക്ക് പോകാൻ സാധിക്കില്ല. പിന്നീട് കുറച്ച് വർഷങ്ങൾ കൂടി കഴിഞ്ഞ് 1796 ലാപ്ലേസ് മറ്റൊരു തിയറി കൂടി പ്രപ്പോസ് ചെയ്തു. ന്യൂട്ടോണിയൻ ഗ്രാവിറ്റിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ തിയറി. ഈ തിയറി അനുസരിച്ച് ഒരു സെലസ്റ്റിയൽ ബോഡി ഉണ്ട്. ആ സെലസ്റ്റിയൽ ബോഡിയിലേക്ക് എത്തപ്പെടുന്ന പ്രകാശത്തിന് ഒരിക്കലും അവിടെ നിന്നും രക്ഷപ്പെടാൻ സാധിക്കില്ല. പിന്നീട് കുറേയധികം വർഷങ്ങൾ കഴിഞ്ഞു. ഒന്നാം ലോക മഹായുദ്ധമൊക്കെ അവസാനിച്ചു. 1931 സുബ്രഹ്മണ്യൻ ചന്ദ്രശേഖർ ഒരു കോൺസെപ്റ്റ് പ്രപ്പോസ് ചെയ്തു, ചന്ദ്രശേഖർ ലിമിറ്റ്. നമ്മുടെ സൂര്യനേക്കാൾ 1.4 ഇരട്ടി മാസുള്ള ഒരു വൈറ്റ് ഡ്വാർഫ് അല്ലെങ്കിൽ വെള്ളക്കുള്ളൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൂര്യൻ്റെ അന്ത്യമാണ്. സൂര്യൻ ഒരുപാട് വർഷങ്ങൾ കഴിയുമ്പോൾ ഒരു വെള്ളക്കുള്ളൻ അല്ലെങ്കിൽ വൈറ്റ് ഡ്വാർഫായിട്ട് മാറും. പിന്നെയും കുറേയധികം വർഷങ്ങൾ കഴിയുമ്പോൾ അതൊരു ബ്ലാക്ക് ഡ്വാർഫായിട്ട്, ഒരു കറുത്ത കുള്ളനായിട്ട് മാറും. അതായിരിക്കും നമ്മുടെ സൂര്യൻ്റെ അന്ത്യം. വൈറ്റ് ഡ്വാർഫിൻ്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത അത് വളരെ വളരെ കൂടുതലാണ്. ഒരു വൈറ്റ് ഡ്വാർഫിൻ്റെ മാസ് അല്ലെങ്കിൽ അതിൻ്റെ പിണ്ഡം നമ്മുടെ സൂര്യൻ്റെ മൊത്തമുള്ള മാസിൻ്റെ അല്ലെങ്കിൽ പിണ്ഡത്തിൻ്റെ 1.4 ഇരട്ടിയാണെങ്കിൽ അത് വൈറ്റ് ഡ്വാർഫായിട്ട് എന്നേക്കുമായിട്ട് നിലനിൽക്കില്ല. അതിൻ്റെ സ്വന്തം മാസ് കാരണം അത് വീണ്ടും വീണ്ടും തകർന്ന് കൂടുതൽ ചുരുങ്ങിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ ഡെൻസിറ്റി ക്രമാതീതമായിട്ട് വർദ്ധിക്കും. അത് ഇൻഫിനിറ്റി വരെ കണ്ടിന്യൂസ് ആയിട്ട് ചുരുങ്ങി ഒടുവിൽ ഒരു സിംഗുലാരിറ്റിയിൽ എത്തിച്ചേരും. അപ്പോഴും ബ്ലാക്ക് ഹോൾ എന്നുള്ള പേര് ലോകത്താരും കേട്ടിട്ടുമില്ല, ആരും പ്രപ്പോസ് ചെയ്തിട്ടുമില്ല. സൂര്യൻ ഒരുപാട് വർഷങ്ങൾ കഴിയുമ്പോൾ ഒരു വൈറ്റ് ഡ്വാർഫ് ആകുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ ആ വൈറ്റ് ഡ്വാർഫ് ഒരിക്കലും ഇങ്ങനെ തകർന്ന് ഒരു ബ്ലാക്ക് ഹോളായിട്ടോ സിംഗുലാരിറ്റി പോയിൻ്റായിട്ടോ മാറില്ല. സൂര്യനിലേക്ക് മാസ് ഇനിയൊന്നും വന്നു ചേരില്ല. സൂര്യനുള്ള മാസ് നഷ്ടപ്പെടുമെന്ന് മാത്രം, ഒരിക്കലും അതിലേക്കൊന്നും വന്നു ചേരില്ല. അതുകൊണ്ട് തന്നെ സൂര്യന് ഒരിക്കലും ഒരു ബ്ലാക്ക് ഹോളായിട്ട് മാറാൻ സാധിക്കില്ല. സൂര്യൻ്റെ മാസിനേക്കാൾ ഏറ്റവും കുറഞ്ഞത് ഒരു 8 ഇരട്ടി മാസെങ്കിലും ഒരു നക്ഷത്രത്തിനുണ്ടെങ്കിൽ മാത്രമാണ് അതൊരു ബ്ലാക്ക് ഹോളായിട്ട് മാറുന്നത്. 1935 ലെവ് ലാൻഡോ എന്ന ഒരു ഫിസിസിസ്റ്റ് ന്യൂട്രോൺ സ്റ്റാർ എന്ന കോൺസെപ്റ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇതനുസരിച്ച് അതിശക്തമായ മാസുള്ള ഒരു നക്ഷത്രം അത് ഒരു വൈറ്റ് ഡ്വാർഫായിട്ട് മാറുകയല്ല, മറിച്ച് അതിനേക്കാൾ കുറേ കൂടി ഡെൻസിറ്റി ഉള്ള, കുറേ കൂടി ഗ്രാവിറ്റി സൃഷ്ടിക്കാൻ സാധിക്കുന്ന ഒരു ന്യൂട്രോൺ സ്റ്റാറായിട്ട് മാറും. പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു ന്യൂട്രോൺ സ്റ്റാറിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ബഹുഭൂരിപക്ഷവും ന്യൂട്രോൺസ് തന്നെയാണ്. അതിനൊരു കാരണമുണ്ട്. ആ നക്ഷത്രത്തിൻ്റെ അന്ത്യനാളുകളിൽ സൂപ്പർനോവ എന്ന ഒരു വലിയ സ്ഫോടനം ഉണ്ടാകും. അത്രയും ശക്തമായിട്ടുള്ളൊരു സ്ഫോടനം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് തുല്യമായിട്ടുള്ള ഒരു ഊർജ്ജവും ഉണ്ടാകുന്നുണ്ട്. ആ ഊർജ്ജം കാരണം ആ നക്ഷത്രത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന കാമ്പ് അല്ലെങ്കിൽ കോറിലെ ഇലക്ട്രോണും പ്രോട്ടോണും പരസ്പരം ഒന്നു ചേരും. പ്രോട്ടോണും ഇലക്ട്രോണും ഒന്നു ചേർന്ന് കഴിഞ്ഞാൽ അത് പിന്നീട് ചാർജ് ഇല്ലാത്ത ഒരു ന്യൂട്രോണായിട്ട് മാറും. അങ്ങനെ അനേകം ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും കൂടിച്ചേർന്ന് ന്യൂട്രോണുകളായി മാറിയ ഒരു ന്യൂട്രോൺ സ്റ്റാർ ഉണ്ടാകുമെന്ന് 1935 പ്രപ്പോസ് ചെയ്തു. 1939 ഓപ്പൺഹൈമറും സ്നൈഡറും കുറച്ചുകൂടെ കടന്നു ചെന്ന് മറ്റൊരു കോൺസെപ്റ്റ് പ്രപ്പോസ് ചെയ്തു. വെറും വൈറ്റ് ഹോളുകളോ ന്യൂട്രോൺ സ്റ്റാറുകളോ മാത്രമല്ല ഒരു നക്ഷത്രത്തിൻ്റെ അന്ത്യത്തിലുണ്ടാവുക,
കുറേ കൂടെ മാസ് ഉണ്ടെങ്കിൽ കുറേ കൂടി ശക്തമായിട്ടുള്ള ഒരു സൂപ്പർനോവ ഉണ്ടാകും. ആ സൂപ്പർനോവയെ തുടർന്ന് ഒരു ന്യൂട്രോൺ സ്റ്റാർ ആയിരിക്കില്ല ഉണ്ടായിരിക്കുക. ആ ന്യൂട്രോൺ സ്റ്റാറും തകർന്ന് ഇൻഫിനിറ്റി വരെ പോകും. അവിടെ ഒരു സിംഗുലാരിറ്റി പോയിൻ്റ് ഉണ്ടാകും. പക്ഷേ ആ കാലഘട്ടത്തിലും ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്ന ഒരു പേരോ പ്രൊപ്പോസിഷനോ ഉണ്ടായിട്ടില്ല. 1958 ഡേവിഡ് ഫിംഗിൾസ്റ്റീൻ ഷ്വാർസ്ചീൽഡ് റേഡിയസുമായി ബന്ധപ്പെട്ട് ഒരു പ്രബന്ധം പബ്ലിഷ് ചെയ്തിരുന്നു. ആ പ്രബന്ധം അനുസരിച്ച് ഷ്വാർസ്ചീൽഡ് റേഡിയസിൻ്റെ വെളിയിലായിട്ട് ഒരു അതിർത്തി അല്ലെങ്കിൽ ഒരു ബൗണ്ടറി ഉണ്ട്. ആ ബൗണ്ടറിയും ഭേദിച്ച് എന്ത് വസ്തു അതിൻ്റെ ഉള്ളിലേക്ക് വന്നാലും അതിനൊരിക്കലും പിന്നീട് തിരികെ പോകാൻ സാധിക്കില്ല. അതിപ്പോൾ പ്രകാശമാണെങ്കിൽ പോലും അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോകും. ഈ കാലഘട്ടത്തിലും ബ്ലാക്ക് ഹോൾ എന്നുള്ള പേര് ഈ ഒരു വസ്തുവിന് കിട്ടിയിട്ടില്ല. 1963 റോയ് കെർ യഥാർത്ഥത്തിലുള്ള ബ്ലാക്ക് ഹോളിനെ പ്രപ്പോസ് ചെയ്തു. എന്താണ് ഈ യഥാർത്ഥത്തിലുള്ള ബ്ലാക്ക് ഹോൾ? നമ്മൾ ഇത്രയും നേരം ഷ്വാർസ്ചീൽഡ് റേഡിയസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബ്ലാക്ക് ഹോളിനെ അല്ലേ പറഞ്ഞത്? ആ ബ്ലാക്ക് ഹോൾ അപ്പോൾ യാഥാർത്ഥ്യമല്ലേ? അത് യാഥാർത്ഥ്യമല്ല. അത്തരത്തിലുള്ള ഒരു ബ്ലാക്ക് ഹോളിന് ഒരിക്കലും നിലനിൽക്കാൻ സാധിക്കത്തില്ല. കെർ ബ്ലാക്ക് ഹോൾ എന്ന് പറഞ്ഞാൽ സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുന്ന ബ്ലാക്ക് ഹോൾ എന്നാണ്. എങ്ങനെയാണ് ബ്ലാക്ക് ഹോൾ ഉണ്ടാകുന്നത്? അത് ഒരു നക്ഷത്രത്തിൽ നിന്നാണല്ലോ. നക്ഷത്രത്തിൻ്റെ അവസ്ഥ എന്താണ്? നക്ഷത്രങ്ങളെല്ലാം സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നശിച്ചുപോയ ഒരു നക്ഷത്രത്തിൻ്റെ അവശേഷിപ്പായിട്ടുള്ള കോർ അല്ലെങ്കിൽ അതിൻ്റെ കാമ്പാണല്ലോ പിന്നീട് തകർന്ന് ഒരു സിംഗുലാരിറ്റി പോയിൻ്റായിട്ട് മാറുന്നത്. എല്ലായ്പ്പോഴും ഈ കോർ ശക്തമായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ചുരുങ്ങും തോറും അതിൻ്റെ കറക്കത്തിൻ്റെ വേഗത വർദ്ധിക്കണം. അങ്ങനെ വർദ്ധിച്ചാൽ മാത്രമാണ് ആംഗുലാർ മൊമെൻറ്റം കൺസേർവ് ആകുന്നത്. അതായത് എല്ലാ ബ്ലാക്ക് ഹോളുകളും സ്വയം അതിശക്തമായിട്ടുള്ള വേഗതയിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഷ്വാർസ്ചീൽഡ് പ്രപ്പോസ് ചെയ്തിട്ടുള്ള ബ്ലാക്ക് ഹോൾ അത് സ്വയം അങ്ങനെ കറങ്ങുന്ന ബ്ലാക്ക് ഹോളല്ല. ആ കോറ് എല്ലായ്പ്പോഴും നിശ്ചലമായിരിക്കും. അങ്ങനെ കറങ്ങാത്ത ബ്ലാക്ക് ഹോൾ ഒരിക്കലും നിലനിൽക്കില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഷ്വാർസ്ചീൽഡ് അങ്ങനൊരു പ്രപ്പോസിഷൻ നടത്തിയത്? കാരണം അത്തരത്തിലുള്ള ഒരു ബ്ലാക്ക് ഹോളിനെ ഫീൽഡ് തിയറിയിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാൻ മാത്തമാറ്റിക്കലി സൊല്യൂഷൻ കണ്ടെത്താനായിരുന്നു താരതമ്യേന എളുപ്പം. അതുകൊണ്ടാണ് ആദ്യം ഷ്വാർസ്ചീൽഡ് റേഡിയസ് ഉണ്ടായത്. പിന്നീട് ഒരുപാട് വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു യഥാർത്ഥ ബ്ലാക്ക് ഹോളിൻ്റെ ഒരു പ്രപ്പോസിഷൻ ഉണ്ടാവാൻ. അപ്പോഴും യഥാർത്ഥ ബ്ലാക്ക് ഹോളിനെ നമ്മൾ കണ്ടെത്തിയിരുന്നില്ല. നമ്മൾ ബ്ലാക്ക് ഹോളിൻ്റെ വളരെ അടുത്തെത്തി. ബ്ലാക്ക് ഹോളിൻ്റെ ആദ്യത്തെ ബൗണ്ടറിയിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. ഈ ബൗണ്ടറിയുടെ പേരാണ് എർഗോസ്ഫിയർ. പക്ഷേ ഷ്വാർസ്ചീൽഡ് പറയുന്ന ആ ബ്ലാക്ക് ഹോളിന് എർഗോസ്ഫിയർ എന്ന് പറയുന്ന ഒരു ഭാഗമില്ല. സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുന്ന ബ്ലാക്ക് ഹോളിന് മാത്രമാണ് എർഗോസ്ഫിയർ ഉണ്ടാവുക. എർഗോസ്ഫിയറിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. ഇവിടെ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ തനിയെ ബ്ലാക്ക് ഹോളിന് ചുറ്റും കറങ്ങും. അതും പ്രകാശവേഗതയുടെ ഏകദേശം അടുത്തുള്ള വേഗതയിൽ. അവിടെ നിന്ന് പക്ഷെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. എന്നാൽ നമ്മൾ വെളിയിലേക്ക് കടക്കാൻ വന്നവരല്ല. നമുക്ക് ആ ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിൽ പോകണം. വൈറ്റ് ഹോൾ എന്താണെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് എർഗോസ്ഫിയറിൽ നിന്നും വെളിയിലേക്ക് പോകാതെ നമ്മൾ നേരെ അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നു. എർഗോസ്ഫിയർ കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ആദ്യം എത്തിച്ചേരുന്നത് ഔട്ടർ ഹൊറൈസണാണ്. ഔട്ടർ ഹൊറൈസണിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അതിപ്പോൾ പ്രകാശമാണെങ്കിൽ പോലും ഒരു മടക്കയാത്രയില്ല. നമ്മളവിടെ ട്രാപ്ഡായി പോകും. അതിൻ്റെ ഉള്ളിൽ നിന്നും നമ്മൾ പിന്നെയും ഉള്ളിലേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഒടുവിൽ നമ്മൾ ഇന്നർ ഇവൻ ഹൊറൈസണിൽ എത്തിച്ചേരും. അതൊരു അതിർത്തിയാണ്. ശക്തമായിട്ട് ഒഴുകുന്ന ഒരു പുഴയിലൂടെ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ആ പുഴ നേരെ എത്തിച്ചേരുന്നത് ഒരു വെള്ളച്ചാട്ടത്തിലാണെങ്കിലോ ആ വെള്ളച്ചാട്ടമാണ് അവിടുത്തെ ഇന്നർ ഇവൻ ഹൊറൈസൺ. നമ്മുടെ ഭൂമിയിലുള്ള സുഹൃത്ത് അല്ലെങ്കിൽ സുഹൃത്തിൻ്റെ അടുത്ത ജനറേഷനിലുള്ള ആളുകൾക്ക് ഇപ്പോൾ അവരുടെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമ്മളെ നേരിട്ട് അടുത്ത് കാണാൻ സാധിക്കുന്നു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ അനങ്ങാതെ നിശ്ചലമായി ഒരിടത്ത് നിൽക്കുന്നതായിട്ടായിരിക്കും അവർക്ക് തോന്നുക. അവരുടെ അടുത്ത തലമുറകളൊക്കെ കാണുന്നതും നിശ്ചലമായിട്ട് അനങ്ങാതെ അവിടെ നിൽക്കുന്ന നമ്മളുടെ സ്പേസ് ക്രാഫ്റ്റിനെ ആയിരിക്കും. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒട്ടും തന്നെ സമയം കളയാതെ ആ വെള്ളച്ചാട്ടത്തിൽ നിന്നും എടുത്ത് ചാടുകയാണ്. അത് അവർക്ക് കാണാൻ സാധിക്കുന്നത് ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ടായിരിക്കും. പക്ഷേ നമ്മളുടെ കാര്യത്തിൽ അത് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ നടന്നിരിക്കും. നമ്മൾ രണ്ടും കൽപ്പിച്ച് ആ വെള്ളച്ചാട്ടത്തിൽ നിന്നും താഴേക്ക് ചാടി. എല്ലാവരും വിചാരിക്കുന്നത് അവിടെ നമ്മൾ തകർന്നടിഞ്ഞു പോകുമെന്നായിരിക്കും. പക്ഷേ അവിടമാണ് താരതമ്യേന കുറേ കൂടെ ശാന്തമായ ഒരു പ്രദേശം. സിംഗുലാരിറ്റി പോയിന്റിൽ അപ്പോഴും നമ്മൾ എത്തിയിട്ടില്ല.
സിംഗുലാരിറ്റി പോയിൻറ്റിനോട് ചേർന്നിട്ടല്ല ഈ ഇന്നർ ഇവൻറ്റ് ഹൊറൈസൺ അതിർത്തിയുള്ളത്. അതിൻ്റെ ഇടയിൽ വലിയൊരു ശൂന്യതയുണ്ട്. അവിടെ ശൂന്യമാണെങ്കിലും സിംഗുലാരിറ്റി പോയിൻറ്റിൻ്റെ അതിശക്തമായിട്ടുള്ള മാസ് അവിടെ ഉണ്ട്. ആ മാസ് കാരണം അവിടെ ഒരു ശക്തമായ ഗ്രാവിറ്റി ഉണ്ടാകേണ്ടതല്ലേ? എന്നാൽ അങ്ങനെയുള്ള ഒരു ഗ്രാവിറ്റി ഉണ്ടാകുന്നില്ല. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ജനറൽ റിലേറ്റിവിറ്റി തിയറി അനുസരിച്ച് ഈ പ്രപഞ്ചമെന്ന് പറയുന്നത് ഒരു സ്പേസ് ടൈം ഫാബ്രിക്കാണ്. സ്പേസും ടൈമും കൂടിച്ചേർന്നിട്ടുള്ള ഒരു തുണി. ആ തുണിയുടെ മുകളിൽ എടുത്തു വച്ചിട്ടുള്ള സെലസ്റ്റിയൽ ഒബ്ജക്റ്റുകളാണ് നമ്മളുടെ ഭൂമിയും നക്ഷത്രങ്ങളും ബ്ലാക്ക് ഹോളുകളും ഒക്കെ. നല്ല ഭാരമുള്ള നല്ല മാസമുള്ള ഒരു വസ്തുവാണെങ്കിൽ അത് അവിടെ വലിയൊരു കർവേച്ചർ ഉണ്ടാക്കും, അല്ലെങ്കിൽ ഒരു ചുളുക്കം ഉണ്ടാക്കും. ആ ചുളുക്കം കാരണമാണ് ഇവിടെ ഗ്രാവിറ്റി നമുക്ക് അനുഭവപ്പെടാൻ സാധിക്കുന്നത്. എല്ലാ വസ്തുക്കളും സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ വസ്തു ഇരിക്കുന്നത് ഒരു തുണിയിലാണെന്ന് പറഞ്ഞല്ലോ. ആ വസ്തു കറങ്ങുന്നതനുസരിച്ച് ആ തുണിയും കറങ്ങുന്നു. നമ്മളുടെ ഭൂമി കറങ്ങുന്നത് കാരണം ഭൂമിയോട് ചേർന്ന് കിടക്കുന്ന സ്പേസും കറങ്ങുന്നുണ്ട്. എന്നാൽ അത് വളരെ വളരെ മൈന്യൂട്ടായിട്ടാണെന്ന് മാത്രം. അതുപോലെയല്ല ബ്ലാക്ക് ഹോളിൻ്റെ കേസ്. ഭൂമിയേക്കാളൊക്കെ വളരെയധികം ഡെൻസിറ്റി അവിടെ ഉണ്ട്. കൂടാതെ അതിനേക്കാളൊക്കെ അതിശക്തമായ വേഗതയിലാണ് അത് സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ സ്പേസ് ടൈം ശരിക്കും വലിയ രീതിയിൽ തന്നെ വക്രീകരിച്ചിട്ടുണ്ട്. ആ വക്രീകരണത്തെ തുടർന്നാണ് അവിടെ നമുക്ക് കാര്യമായിട്ടുള്ള ഒരു ഗ്രാവിറ്റി അറിയാൻ സാധിക്കാതെ പോകുന്നത്. കാരണം അത് ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറേ കൂടെ ശാന്തമായിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലൂടെ സഞ്ചരിച്ച് പോകാം. സഞ്ചരിച്ച് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? മധ്യഭാഗത്തുള്ള സിംഗുലാരിറ്റി പോയിൻറ്റിലേക്ക്. കറങ്ങാത്തൊരു ബ്ലാക്ക് ഹോൾ ആണെങ്കിൽ മാത്രമാണ് അവിടെ നമുക്കൊരു പോയിൻ്റ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ കറങ്ങുന്നുണ്ട് ബ്ലാക്ക് ഹോൾ. ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ബ്ലാക്ക് ഹോളും അതിൻ്റെ സ്വയമുള്ള കറക്കം കാരണം അവിടെ നമുക്ക് ഒരു ബിന്ദുവിനെ അല്ല കാണാൻ സാധിക്കുന്നത്. അതിനൊരു ബിന്ദുവിൻ്റെ രൂപമല്ല, മറിച്ച് ഒരു റിങ്ങിൻ്റെ രൂപമാണ്. വളരെ വളരെ നേർത്ത ഒരു റിങ്. ഇനി അങ്ങോട്ട് നമ്മൾ കാണാൻ പോകുന്ന കാഴ്ചകളിലൊക്കെ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ വിശ്വപ്രശസ്തമായ ജനറൽ റിലേറ്റിവിറ്റി തിയറി തോറ്റുപോകും. കാരണം ഇനി അങ്ങോട്ട് ജനറൽ റിലേറ്റിവിറ്റി തിയറിക്ക് സ്ഥാനമില്ല. അത് ക്വാണ്ടം വേൾഡാണ്. ക്വാണ്ടം ഫിസിക്സിന് മാത്രമാണ് അവിടെ പ്രാധാന്യമുള്ളത്. ക്വാണ്ടം ഫിസിക്സിൽ ഗ്രാവിറ്റിക്ക് പ്രാധാന്യമില്ല, അതുപോലെ ജനറൽ റിലേറ്റിവിറ്റി തിയറിക്കും പ്രാധാന്യമില്ല. ഇത് രണ്ടിനെയും സമന്വയിപ്പിക്കാനായിട്ട് ഒരുപാട് വർഷങ്ങളായി ഗവേഷകർ ഒരു യൂണിഫൈഡ് തിയറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും അത് യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചിട്ടില്ല. ആൽബർട്ട് ഐൻസ്റ്റീൻ തന്നെ മുൻപ് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ തിയറി പിന്നീട് ക്വാണ്ടം ഫിസിക്സിൻ്റെ മുൻപിൽ പരാജയപ്പെട്ടു പോകുമെന്ന്. ഇപ്പോൾ ഈ യാത്രക്കിടയിൽ ആ പരാജയമാണ് നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ രണ്ട് സാധ്യതകളുണ്ട്. ഒന്നുകിൽ നമ്മൾ ആ റിങ്ങിൻ്റെ അതിർവരമ്പിൽ എത്തിച്ചേരും, അല്ലെങ്കിൽ നമ്മൾ ആ റിങ്ങിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകും. ഉള്ളിലൂടെ കടന്നു പോകുമ്പോൾ നടക്കാൻ പോകുന്നത് മറ്റൊരു കാര്യമാണ്. എന്നാൽ കൃത്യം ആ റിങ്ങിൽ തന്നെയാണ്, ആ റിങ്ങിൻ്റെ ആ ബൗണ്ടറിയിൽ തന്നെയാണ് നമ്മൾ വന്ന് വീഴുന്നതെങ്കിൽ നടക്കുന്നത് മറ്റൊരു കാര്യമായിരിക്കും. നമുക്ക് ആദ്യം ആ റിങ്ങിൽ തന്നെയാണ് നമ്മൾ വന്ന് പതിക്കുന്നതെന്ന് സങ്കല്പിക്കാം. അതിനുശേഷം എന്താണ് നടക്കാൻ പോകുന്നതെന്നറിയാം. ആ റിങ്ങിലാണ് നമ്മൾ വന്ന് പതിക്കുന്നതെങ്കിൽ അവിടെ ഒരു വലിയ ബൗൺസ് ഉണ്ടാകും. ആ ബൗൺസ് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ക്വാണ്ടം ലൂപ്പ് ഗ്രാവിറ്റി എന്താണെന്ന് മനസ്സിലാക്കണം. ക്വാണ്ടം ലൂപ്പ് ഗ്രാവിറ്റി അനുസരിച്ച് ഒരിക്കലും ഒരു വസ്തുവിനെ ഇൻഫിനിറ്റിയിലേക്ക് ചുരുങ്ങിപ്പോകാൻ സാധിക്കില്ല. ഇത് ആൽബർട്ട് ഐൻസ്റ്റീൻ പ്രപ്പോസ് ചെയ്ത ജനറൽ റിലേറ്റിവിറ്റി തിയറിക്ക് ഘടകവിരുദ്ധമാണ്. ഇൻഫിനിറ്റി എന്നൊന്ന് ഇല്ല എന്നാണ് കാർലോ പറയുന്നത്. ഇൻഫിനിറ്റി എന്നുള്ളത് നമ്മുടെ തെറ്റാണ്. മാത്തമെറ്റിക്കലി നമ്മളുടെ ഒരു ഇക്വേഷനിൽ ഇൻഫിനിറ്റി കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ മാത്തമെറ്റിക്കൽ ഇക്വേഷനിൽ എന്തോ പ്രശ്നമുണ്ടെന്നാണ്, അല്ലെങ്കിൽ നമ്മൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ടൂളുകൾ പെർഫെക്റ്റ് അല്ല, പ്രശ്നങ്ങളുണ്ടെന്നാണ്. അദ്ദേഹം അത് ശരിവെക്കുന്ന തരത്തിൽ ഒരു പാരഡോക്സ് മുന്നോട്ട് വച്ചിട്ടുണ്ട്, സിനോ പാരഡോക്സ്. സിനോ എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് ഫിലോസഫറാണ്. അദ്ദേഹം ഒരു വസ്തുവിനെ രണ്ടായി സ്പ്ലിറ്റ് ചെയ്തു, പിന്നീട് അതിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്തു. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് എവിടെ വരെ എത്തിച്ചേരാം? മാത്തമെറ്റിക്സ് ആണെങ്കിൽ അതിൻ്റെ ഉത്തരം ഇൻഫിനിറ്റി ആണ്. പക്ഷേ റിയാലിറ്റി ആണെങ്കിൽ, അല്ലെങ്കിൽ ഫിസിക്സ് ആണ് നമ്മൾ പരിശോധിക്കുന്നതെങ്കിൽ അത് ഇൻഫിനിറ്റി അല്ല. എല്ലാ വസ്തുക്കളും ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റങ്ങൾ കൊണ്ടാണ്. അപ്പം ഡിവൈഡ് ചെയ്ത് ഒടുവിൽ നമ്മൾ ആറ്റത്തിൽ എത്തിച്ചേരും. ആ ആറ്റത്തിനെ വേണമെങ്കിൽ നമുക്ക് പിന്നെയും ഡിവൈഡ് ചെയ്യാം. അതിനെ സബാറ്റോമിക് പാർട്ടിക്കിൾസ് ആയിട്ടുള്ള ക്വാർക്സ് ആയിട്ടും ഇലക്ട്രോൺസ് ആയിട്ടും ഒക്കെ വേർതിരിക്കാം. എന്നാൽ അതിനപ്പുറത്തേക്കുള്ള ഒരു ഡിവിഷൻ അത് സാധ്യമല്ല. അതായത് അവിടെ ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഒരു ടേം ഇല്ല. അത് ഫിസിക്സിൽ തെറ്റാണ്.
യഥാർത്ഥത്തിൽ അതിന് കൃത്യമായിട്ടുള്ളൊരു ഉത്തരമുണ്ട്. അതുപോലെ തന്നെ സിംഗുലാരിറ്റി എന്ന് പറയുന്നതിലും ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമില്ല, അവിടെയും കൃത്യമായിട്ടുള്ള ഒരു ഉത്തരമുണ്ട്. കാർലോയുടെ കോൺസെപ്റ്റ് അനുസരിച്ച്, അദ്ദേഹത്തിൻ്റെ തിയറി അനുസരിച്ച് ഈ സ്പേസ് എന്ന് പറയുന്നത് ശരിക്കും ശൂന്യതയല്ല. ആ സ്പേസിൽ അതിൻ്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്കുകളുണ്ട്. വസ്തുക്കളുടെ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് ആറ്റമാണ്. പ്രകാശത്തിൻ്റെ ബിൽഡിംഗ് ബ്ലോക്ക്, അതിൻ്റെ അടിസ്ഥാന കണം എന്ന് പറയുന്നത് ഫോട്ടോൺസ് ആണ്. അതുപോലെ തന്നെ സ്പേസിനും ബിൽഡിംഗ് ബ്ലോക്ക് ഉണ്ട്, അതിൻ്റെ അടിസ്ഥാന കണമുണ്ട്. ആ ഗ്രെയിനുകൾക്ക് ഇടയിൽ ഒരു ചെറിയ സ്പേസ് ഉണ്ട്. എത്ര ചുരുക്കിയാലും ആ ഗ്രെയിനുകൾ ഒരു ഘട്ടമെത്തുമ്പോൾ കൂട്ടിമുട്ടും. പിന്നീട് അതിനെ ഒരിക്കലും നമുക്ക് ചുരുക്കാൻ സാധിക്കില്ല. രണ്ട് ഗ്രെയിനുകൾ തമ്മിൽ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ ഡിസ്റ്റൻസ് അത് പ്ലാങ്ക്സ് ലെങ്ത് ആണ്. അതിനും അപ്പുറത്തേക്ക് നമുക്ക് ഒരു വസ്തുവിനെ ചുരുക്കിക്കൊണ്ടു പോകാൻ കഴിയില്ല. ഞാനൊരു റബ്ബർ ബോൾ എടുത്ത് താഴേക്കിടുകയാണ്. അത് താഴെ ഗ്രൗണ്ടിൽ പോയി കുത്തിയിട്ട് മുകളിലേക്ക് ബൗൺസ് ചെയ്ത് വരും. സ്പേസ് ചുരുങ്ങി ഒടുവിൽ പ്ലാങ്ക്സ് ലെങ്തിൽ എത്തിച്ചേരും. പ്ലാങ്ക്സ് ലെങ്തിൽ എത്തിച്ചേർന്നതിന് ശേഷം അത് ഈ പന്ത് എങ്ങനെയാണോ കുത്തിപ്പൊങ്ങി മുകളിലേക്ക് വന്നത് അതുപോലെ തന്നെ പൂർവ്വസ്ഥിതിയിലേക്ക് അത് വികസിച്ചു വരും. അങ്ങനെ വികസിച്ചു വരുന്നതാണ് വൈറ്റ് ഹോൾ. നമ്മളൊരു ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിലാണെങ്കിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ആ ബ്ലാക്ക് ഹോൾ ഒരു വൈറ്റ് ഹോളായിട്ട് മാറും. പക്ഷേ അത് നമ്മൾ ബ്ലാക്ക് ഹോളിലാണെങ്കിൽ മാത്രമാണ്. നമ്മൾ നിൽക്കുന്നത് ഭൂമിയിലാണെങ്കിൽ ഈ സംഭവം നടക്കണമെങ്കിൽ ആയിരക്കണക്കിന് കോടി വർഷങ്ങൾ വേണ്ടിവരും. ഒരു സിനിമ നമ്മൾ ആദ്യം മുതൽ അതിൻ്റെ ക്ലൈമാക്സ് വരെ കണ്ടതിന് ശേഷം പിന്നീട് ക്ലൈമാക്സിൽ നിന്നും റിവേഴ്സ് ഓർഡറിൽ കാണുന്നത് പോലെയാണ് ഒരു ബ്ലാക്ക് ഹോൾ വൈറ്റ് ഹോളായിട്ട് മാറുന്നത്. ടൈം റിവേഴ്സൽ നടക്കുമ്പോഴും ഫിസിക്സ് നിയമങ്ങൾ അതേപടി പാലിക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ വൈറ്റ് ഹോൾ മാത്തമാറ്റിക്കലി കറക്റ്റാണ്. പക്ഷേ ഇത്രയധികം വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇത്രയധികം സാങ്കേതിക വിദ്യകൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടും വൈറ്റ് ഹോളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഒബ്സർവേഷണൽ എവിഡൻസും നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ഇപ്പോഴും പ്യുവർലി ഒരു ഹൈപ്പോത്തിസിസ് മാത്രമാണ്. ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് വെറും ഊഹാപോഹമല്ല. അതിൻ്റെ പിന്നിൽ കൃത്യമായിട്ടുള്ള ഒരു മാത്തമാറ്റിക്സ് ഉണ്ട്. പക്ഷേ പ്രാക്ടിക്കലി നമുക്കത് തെളിയിക്കാൻ സാധിക്കുന്നില്ലെന്ന് മാത്രം. കാർലോയുടെ പേപ്പറിൽ പറയുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമുക്ക് ഈ വൈറ്റ് ഹോളുകളെ കാണാൻ സാധിക്കാത്തത്? അതിൻ്റെ കാരണമായിട്ട് കാർലോ പറയുന്നത് ഹോക്കിംഗ് റേഡിയേഷനാണ്. വളരെ പതിഞ്ഞ വേഗതയിൽ ബ്ലാക്ക് ഹോൾ ബാഷ്പീകരിക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലുള്ള പല പദാർത്ഥങ്ങളും റേഡിയേഷൻസായിട്ട്, ഹോക്കിംഗ് റേഡിയേഷനായിട്ട് വെളിയിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ അത് വളരെ മന്ദമായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. മന്ദമെന്ന് പറയുമ്പോൾ നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോഴാണ് അത് സ്ലോ. പക്ഷേ ബ്ലാക്ക് ഹോളിലാണെങ്കിൽ അത് അത്ര സ്ലോ അല്ല, അത് വളരെ പെട്ടെന്ന് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇത്തരത്തിൽ അനവധി റേഡിയേഷൻസൊക്കെ വെളിയിലേക്ക് പോയി വളരെ നേർത്ത അവസ്ഥയിലേക്ക് ഒരു ബ്ലാക്ക് ഹോൾ എത്തിച്ചേരുമ്പോൾ മാത്രമാണ് അത് വൈറ്റ് ഹോളായിട്ട് മാറുന്നതെന്നാണ് കാർലോ പറയുന്നത്. ആ ഘട്ടത്തിൽ ബ്ലാക്ക് ഹോളിൻ്റെ വലിപ്പം ഏകദേശം ഒരു മുടിനാരിൻ്റെ അത്രയുമേ ഉണ്ടാകത്തുള്ളൂ. കാർലോ കുറച്ചുകൂടെ മുന്നോട്ട് കടന്നു എന്ന് ഡാർക്ക് മാറ്ററിൻ്റെ ഉത്തരവും ഇതിൽ നിന്ന് തരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ അതിനെ അംഗീകരിക്കുന്നില്ല. കാരണം എൻ്റെ തീസിസും എൻ്റെ റിസർച്ച് വർക്കും ഒക്കെ അതിൻ്റെ ഘടകവിരുദ്ധമാണ്. കാർലോ ഡാർക്ക് മാറ്ററിൻ്റെ പ്രസൻസുമായിട്ടാണ് ഇതിനെ കണക്ട് ചെയ്യുന്നത്. ഡാർക്ക് മാറ്റർ എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്. നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാത്ത, നമുക്ക് അനുഭവിക്കാൻ സാധിക്കാത്ത, സ്പർശിക്കാൻ സാധിക്കാത്ത, കാണാൻ സാധിക്കാത്ത അദൃശ്യമായ ഒരുപാട് പദാർത്ഥങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. ഈ പ്രപഞ്ചത്തിൽ മൊത്തം അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങളുടെ 5% മാത്രമാണ് ആറ്റങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന പദാർത്ഥങ്ങൾ. ബാക്കി അവശേഷിക്കുന്ന 95%, അതിൽ 68% ഡാർക്ക് എനർജിയാണ്. ഡാർക്ക് എനർജി കാരണമാണ് പ്രപഞ്ചം വികസിക്കുന്നത്. 27% ഡാർക്ക് മാറ്ററിൻ്റെ പ്രസൻസ് ആണ്. ഡാർക്ക് മാറ്റർ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ഗാലക്സിക്ക് ഇങ്ങനെ നിലനിൽക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഗാലക്സിയിൽ അടങ്ങിയിരിക്കുന്ന നക്ഷത്രങ്ങളൊക്കെ ഇവിടെ നിന്ന് എപ്പോഴോ തെറിച്ചു പോയേനെ. നമ്മുടെ ഗാലക്സിക്ക് മൊത്തത്തിലൊരു മാസുണ്ട്. എന്നാൽ ആ മാസും അത് കറങ്ങുന്ന വേഗതയും വെച്ച് നോക്കുകയാണെങ്കിൽ ഒട്ടും മാച്ചാകുന്നില്ല. മാസ് വളരെ കുറവാണ്. ഇത്രയും വേഗതയിൽ നമ്മുടെ സൂര്യൻ ഉൾപ്പെടെയുള്ള നക്ഷത്രങ്ങൾ കറങ്ങണമെങ്കിൽ ഇനിയും ഒരുപാട് മാസ് ആവശ്യമാണ്. പക്ഷേ ആ മാസ് ഇവിടെ ഇല്ല. അദൃശ്യമായിട്ടുള്ളൊരു മാസ് ഉള്ളത് കൊണ്ടാണ് ഇത് വെളിയിലേക്ക് തെറിച്ച് പോകാത്തതെന്നാണ് ഗവേഷകർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം. അതാണ് ഡാർക്ക് മാറ്റർ. അങ്ങനെയുള്ള ഡാർക്ക് മാറ്റർ ശരിക്കും ഈ മുടിയുടെ നാരിൻ്റെ മാത്രം വലിപ്പമുള്ള വൈറ്റ് ഹോളിൻ്റെ പ്രസൻസ് ആണെന്നാണ് കാർലോ പറയുന്നത്.
വൈറ്റ് ഹോള് വളരെ വളരെ നേർത്തതാണെങ്കിൽ പോലും അതിലടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങൾ അത് അതിശക്തമാണ്, അതിഭീകരമായിട്ടുള്ള അളവിൽ അത് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ നക്ഷത്രങ്ങളൊന്നും ഇവിടെ നിന്നും തെറിച്ചു പോകുന്നില്ല. പക്ഷേ അവിടെ ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. മാസുള്ള ഭാഗങ്ങളിലായിരിക്കും ഡാർക്ക് മാറ്ററിൻ്റെ പ്രസൻസ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. അതായത് നമ്മുടെ ഭൂമിയെ വെച്ച് നോക്കുമ്പോൾ ഭൂമിയുടെ പരിസരത്തുള്ള സ്പേസിൽ ഡാർക്ക് മാറ്ററിൻ്റെ സാന്നിധ്യം താരതമ്യേന ഇല്ല. എന്നാൽ ഡാർക്ക് മാറ്ററിൻ്റെ വലിയൊരു സാന്നിധ്യം നമ്മുടെ ഈ ഭൂമിയിൽ ഉണ്ട്. അതായത് നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഒരുപക്ഷെ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഉള്ളിലൂടെ പോലും ഡാർക്ക് മാറ്റർ കടന്നു പോകുന്നുണ്ടായിരിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ നക്ഷത്രങ്ങൾക്കൊക്കെ ഇവിടെ ഇങ്ങനെ നിലനിൽക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ അതൊക്കെ എപ്പോഴേ തെറിച്ചു പോയേനെ. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ കാർലോയുടെ തിയറി അനുസരിച്ച് നമ്മുടെ തൊട്ടരികിൽ ഈ നേർത്ത മുടിയുടെ നാരിൻ്റെ മാത്രം വലിപ്പമുള്ള വൈറ്റ് ഹോളിൻ്റെ പ്രസൻസ് ഉണ്ടാകേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഈ വൈറ്റ് ഹോളിൽ നിന്ന് വെളിയിലേക്ക് വരുന്ന പദാർത്ഥത്തെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കേണ്ടതുമാണ്. കാരണം അങ്ങനെ വെളിയിലേക്ക് വരുന്ന പദാർത്ഥം അത് സാധാരണ ആറ്റങ്ങൾ കൊണ്ടുള്ള പദാർത്ഥമാണ്. അവയെ നമുക്ക് ഉറപ്പായിട്ടും കാണാനും തിരിച്ചറിയാനും ഒക്കെ സാധിക്കും. പക്ഷേ അതൊന്നും നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ യാത്ര ചെയ്ത് എത്തിച്ചേരുന്നത് സിംഗുലാരിറ്റി റിങ്ങിൻ്റെ ഉള്ളിലുള്ള ശൂന്യതയിലേക്കാണെങ്കിലോ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്തപ്പെടുന്നത് വിചിത്രമായ മറ്റൊരു പ്രപഞ്ചത്തിലായിരിക്കും. ഈ കാണുന്ന പ്രപഞ്ചമല്ല, അത് വേറൊരു പ്രപഞ്ചമാണ്. അത് യാഥാർത്ഥ്യമാണെങ്കിൽ ഇവിടെയുള്ള സകല ബ്ലാക്ക് ഹോളിൻ്റെയും ഉള്ളിൽ മറ്റൊരു പ്രപഞ്ചമുണ്ട്. അത് യാഥാർത്ഥ്യമാണെങ്കിൽ നമ്മൾ ഈ നിൽക്കുന്നത് അതിഭീകരമായ ഒരു വലിയ ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിലുള്ള പ്രപഞ്ചത്തിൽ മാത്രമാണ്. ഇത്തരം അനേകം പ്രപഞ്ചങ്ങൾ വേറെയുമുണ്ട്. ഒരു പ്രപഞ്ചത്തിൻ്റെ ഉള്ളിൽ തന്നെ അനേകം ബ്ലാക്ക് ഹോളുകൾ, അതിൻ്റെ ഉള്ളിൽ വേറെയും അനവധി പ്രപഞ്ചങ്ങൾ. ബ്ലാക്ക് ഹോളിൻ്റെ ഓരോ കണ്ടെത്തലും വരുന്ന സമയങ്ങളിൽ ബ്ലാക്ക് ഹോളിൻ്റെ പേര് പോലും ആയില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ. പിന്നീട് എപ്പോഴാണ് പേര് കിട്ടിയത്? ജോൺ വീലറാണ് 1967 ബ്ലാക്ക് ഹോളിന് ബ്ലാക്ക് ഹോൾ എന്ന പേര് കൊടുത്തത്. വൈറ്റ് ഹോൾ നിലവിൽ ഒരു ഹൈപ്പത്തറ്റിക്കൽ തിയറി മാത്രമാണ്, നമ്മൾ കണ്ടെത്തിയിട്ടില്ല. അതിൻ്റെ അർത്ഥം ഒരിക്കലും അത് കണ്ടെത്തില്ലെന്നല്ല. ഒരുപക്ഷെ വൈറ്റ് ഹോൾ തെറ്റായിരിക്കാം, പക്ഷേ അത് ശരിയാകാനുള്ള സാധ്യതയുമുണ്ട്. അത് ചിലപ്പോൾ ഒരു 100 വർഷമോ 200 വർഷമോ അല്ലെങ്കിൽ ഈ അടുത്ത കാലഘട്ടത്തിലൊക്കെ ആയിരിക്കും നമ്മൾ കണ്ടെത്തുക. ജനറൽ റിലേറ്റിവിറ്റി തിയറിക്ക് അത്തരത്തിലുള്ളൊരു സ്വഭാവമുണ്ട്. ജനറൽ റിലേറ്റിവിറ്റി ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് പ്രപ്പോസ് ചെയ്തത്. പിന്നീട് അതിൽ നിന്നും ഷ്വാർസ്ചീൽഡ് ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് തൊട്ടടുത്ത വർഷമാണ്. ആ കോൺസെപ്റ്റ് അത് മാത്തമാറ്റിക്കലി മാത്രം നിലനിൽക്കുന്ന കോൺസെപ്റ്റ് ആയിരിക്കുമെന്നാണ് ഐൻസ്റ്റീനും ഷ്വാർസ്ചീൽഡും ഒരേ സ്വരത്തിൽ പറഞ്ഞത്. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന എല്ലാ ഗവേഷകരും അതങ്ങനെയാണ് കരുതിയിരുന്നത്. പക്ഷേ പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ അടുത്ത കാലഘട്ടത്തിൽ 2017 ആദ്യമായി ഒരു ബ്ലാക്ക് ഹോളിനെ നമുക്ക് ചിത്രീകരിക്കാൻ സാധിച്ചു. ഭൂമിയുടെ വിവിധ ഭാഗങ്ങൾ പല ടെലസ്കോപ്പുകൾ കൂട്ടിച്ചേർത്ത് വെച്ച് ഭൂമിയെ തന്നെ ഒരു വിർച്വൽ ടെലസ്കോപ്പാക്കി മാറ്റി. അതിനെയാണ് നമ്മൾ ഇവൻറ്റ് ഹൊറൈസൺ ടെലസ്കോപ്പ് എന്ന് പറയുന്നത്. അത്രയും വലിപ്പമുള്ള ടെലസ്കോപ്പിന് മാത്രമാണ് ഇത്രയധികം റെസൊല്യൂഷനുകൾ ചിത്രീകരിക്കേണ്ട ഒരു ചിത്രം ചിത്രീകരിക്കാൻ സാധിക്കുക. അങ്ങനെ 2017 ചിത്രീകരിച്ചു, 2019 പബ്ലിഷ് ചെയ്തു. M87 എന്ന ഗാലക്സിയുടെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളിനെയാണ് അന്ന് ചിത്രീകരിച്ചത്. ആ ബ്ലാക്ക് ഹോളിൻ്റെ പേര് M87 സ്റ്റാർ എന്നാണ്. ഇവിടെ ഞാൻ അതിൻ്റെ ചിത്രം കൂടെ കൂട്ടിച്ചേർത്തേക്കാം. ഇത് മാത്രമല്ല ചിത്രീകരിച്ചത്. പിന്നീട് കുറച്ച് വർഷങ്ങൾ കൂടി കഴിഞ്ഞ് 2022 നമ്മുടെ സ്വന്തം മിൽക്കി വേ ഗാലക്സിയുടെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളായ സജിറ്റീരിയസ് A സ്റ്റാറിനെയും ചിത്രീകരിക്കാൻ സാധിച്ചു. വരാൻ പോകുന്ന വർഷങ്ങളിൽ ഒരു പക്ഷേ നമുക്ക് ഇതുപോലെ തന്നെ വൈറ്റ് ഹോളിനെ ചിത്രീകരിക്കാൻ സാധിച്ചേക്കും. അവിടെ അടങ്ങിയിരിക്കുന്ന മറ്റൊരു പ്രപഞ്ചത്തെ മനസ്സിലാക്കാൻ സാധിച്ചേക്കും. നിങ്ങൾക്ക് ഞാനൊരു 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞു തരാം. ആ ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വെക്കാനും സാധിക്കുന്നതാണ്. ഈ 25 മെമ്മറി ട്രിക്കുകൾ ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 3000 രൂപയാണ് കോഴ്സിൻ്റെ ഫീ. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ MBK20 എന്ന പ്രോമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക.